ഹായ് ഹായ് അപ്പോൾ പിന്നെയും ഹലോ നിങ്ങളെ വെറുപ്പിക്കാനായിട്ട് പിന്നെ ഞാനൊരു സെക്കൻഡ് വ്ളോഗായിട്ട് വരുന്നുണ്ട്. ആക്ച്വലി ആദ്യത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടോ, ഇത് ഞങ്ങൾ സൺഡേയിലായിട്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു പാർക്കാണേ. അവരത് മോഡിഫൈ ഒക്കെ ചെയ്തു. നേരത്തെ ഇത്രയും വലിയ പാർക്കൊന്നും അല്ലായിരുന്നു. നേരത്തെ ഞാനിവിടെ കല്യാണം കഴിച്ച് വന്ന സമയത്ത് ഈ പാർക്ക് ഇത്രയും വലുതൊന്നുമല്ല, ഞാൻ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് കുറച്ച് ഇതേ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം അവർ നല്ലതായിട്ട് ഈ പാർക്ക് സൂപ്പറാക്കി. ഇപ്പോൾ വോക്കിങ്, അതുപോലെ തന്നെ നേരത്തെ ഈ വെള്ളമില്ലേ, ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഏരിയയൊക്കെ ആണെങ്കിൽ അവർ ക്രിക്കറ്റ് കളിക്കുന്നതായിരുന്നു പിള്ളേർ. അവിടെ അവർ വെള്ളമൊക്കെ ആക്കി, നടക്കാനുള്ള സൗകര്യം, അതുപോലെ തന്നെ ഇരിക്കാൻ, റെസ്റ്റ് എടുക്കാൻ നല്ല കാറ്റാണ്. ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റൊക്കെ, നല്ല രസമാണ്. ഇവിടെ വന്ന് കുറച്ച് നേരം നമ്മൾ നടന്ന ഒരു 3-4 കിലോമീറ്റർ ഉണ്ട്. ഈ പാർക്ക് തന്നെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് ഒരു 3-4 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് എക്സസൈസും ആവും. അപ്പം ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ കുറച്ച് നടന്നു. കുറേ ആൾക്കാരുണ്ട്. സൺഡേ ആയതുകൊണ്ട് സൺഡേ ഈവനിങ് ആകുമ്പോൾ എല്ലാവരും അവിടെ വരും. ക്രിക്കറ്റ് കളിക്കാം, പിള്ളേർക്കും ടൈം പാസ്സാണ്, പെറ്റ്സിനെയും കൊണ്ട് വരാം. അങ്ങനെയാണ് ഇവിടെ നോൺ പ്ലാസ്റ്റിക് സോൺ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വെള്ളത്തിനകത്തൊക്കെ ആൾക്കാർ ചെരുപ്പ് ഇടുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ കഴിച്ചിട്ടൊക്കെ ഇടുന്നുണ്ട്. ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇടാൻ പാടില്ല. എന്നിട്ടും ആൾക്കാർ ഡസ്റ്റ്ബിൻ ഉണ്ടായിട്ടും അതിൻ്റെ താഴെ തന്നെ ഇടുക, ഇതൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ മാർക്കറ്റിൽ പോയി പപ്പായ മേടിക്കാനായിട്ട്. മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ പപ്പായ മേടിച്ചു. 1 കിലോയ്ക്ക് അങ്ങാണ്ട് 50 രൂപയായിരുന്നു. 50 രൂപയായിരുന്നു. അതിൽ വരെയാണ്. ഇതാണ് ഞങ്ങളുടെ ഫേസ് 3 മാർക്കറ്റ്. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൽ പോയി സാധനം മേടിച്ചു. അത് കഴിയുമ്പോൾ മമ്മി പറഞ്ഞു കുറച്ച് പച്ചക്കറി കൂടെ മേടിച്ചേക്കാമെന്ന്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പച്ചക്കറി മേടിച്ചു. പെട്ടെന്ന് കുറച്ച് പച്ചക്കറി നാളത്തേക്ക് ഫ്രഷായിട്ട് സബ്ജി നാളെ വെക്കാൻ വേണ്ടി മാത്രം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.